ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട്. അതായത് നിങ്ങളുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200ആണ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓണമൊക്കെ ആയിരുന്നു, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒരു ഓണ സമ്മാനമായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് കിട്ടിയില്ല. കളിച്ച രീതി കൊണ്ടാണേലും അതുപോലെ തന്നെ ആ ഒരു മാച്ച് പരാജയപ്പെട്ടതുകൊണ്ടാണേലും എല്ലാ രീതിയിലും ഒരു മോശം ഓണസമ്മാനം അല്ലെങ്കിൽ ഓണത്തിനൊന്നും തന്നില്ല എന്ന് തന്നെ പറയണം കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ഇതിൽ എന്തെങ്കിലും ഒരു ആശ്വാസ പ്രകടനം കാഴ്ച അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചൊരു പ്ലെയറുണ്ട്. ഇതിൻ്റെ പേരാണ് വിപിൻ മോഹനൻ. സോ അപാര ബോൾ കൺട്രോൾ, ഒരു ഫോറിൻ പ്ലെയർ മിഡ്ഫീൽഡിൽ നിന്ന് കളിക്കുന്ന പോലൊരു കളിയായിരുന്നു. ഞാനൊരു സമയത്ത് നമ്മുടെ കേസറോൺ കെസീറ്റോ ഒക്കെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച സമയത്ത് ആ ഒരു ടൈപ്പ് ഓഫ് കളി നമ്മുടെ വിപിൻ മോഹൻ്റെ കഴിഞ്ഞ ദിവസത്തെ കളി കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് വേറെ ലെവൽ ഓഫ് കളി എന്ന് തന്നെ പറയണം. സോ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് കളി ഒന്ന് ചേഞ്ച് ചെയ്തത്. ഇതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മിഗാൽ സ്റ്റാർ തന്നെ പറയുന്നുണ്ട്. അതായത് മിഗാൽ സ്റ്റാർ പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് ഹീസസ് ഹിമിനേസിനെയും അതുപോലെ തന്നെ വിപിൻ മോഹനെയുമാണ്. ഹീസസിനെ കൊണ്ടുവന്നത് കളിയിൽ കുറച്ച് ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പെപ്പറ അവിടെ വന്നപ്പോൾ അത്ര ഹോൾഡ് കളിയിൽ വരുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഹീസസിനെ കൊണ്ടുവന്ന് കുറച്ച് ഹോൾഡ് ഇട്ടാണ്. പക്ഷേ ഹീസസിനും അത്ര വലിയ ഹോൾഡ് കൊടുക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയണം. പിന്നെ ബോൾ ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ പോസ്റ്റം വെച്ച് കളിച്ചത് നമ്മുടെ വിപിൻ മോഹനൻ മാത്രമാണ്. എന്തായാലും വിപിൻ മോഹനെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തായ്ലാൻഡ് പ്രീ സീസൺ ഒരു മാച്ച് പോലും കളിക്കാൻ പറ്റിയില്ല. പ്രീ സീസൺ ഗെയിംസ്, ഫ്രണ്ട്ലി ഗെയിംസിൽ ഒന്നും തന്നെ വിപിൻ മോഹൻ ഒരു മാച്ച് കളിക്കാൻ പറ്റിയില്ല. ഇന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാച്ച്. ആ ഒരു ആദ്യത്തെ മാച്ചിൽ തന്നെ വേറെ ലെവലൊരു പെർഫോമൻസാണ് വിപിൻ കാഴ്ചവെച്ചേക്കുന്നതെന്നാണ് നമ്മുടെ മിഗാൽ സ്റ്റാർ പറയുന്നത്. ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഇൻ ഹിസ് കരിയർ എന്ന് തന്നെയാണ് ഇപ്പോൾ മിഗാൽ സ്റ്റാർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ മികച്ചൊരു പുതിയ കോച്ചിന് കീഴിൽ കളിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറച്ചധികം മോശ സംഭവങ്ങളുണ്ടായി, ഇഞ്ചുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. സോ അത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് വേറെ ലെവലായി. പ്രത്യേകിച്ച് പാസിങ്ങിൻ്റെ ക്വാളിറ്റി, വിപിൻ മോഹൻ്റെ പാസിങ്ങിൻ്റെ ക്വാളിറ്റി പറയേണ്ടായിരുന്നു. അദ്ദേഹം വളരെ മികച്ച പാസറാണ്. കാരണം ഒരു പേടിയൊന്നും ഇല്ലാത്ത പോലെയാണ് അദ്ദേഹം കളിക്കുന്നത്. അതായത് കീഴിൽ കൂടെ വരെ പാസ് ഇടും. അതായത് എടുക്കാൻ പറ്റില്ല, പക്ഷേ അടുത്തൂടെ ആയിരിക്കും ആ ഒരു പാസ്സൊക്കെ പോകുന്നത്. സോ അങ്ങനത്തെ ലെവൽ ഓഫ് പ്ലെയറാണ്. സോ എന്തായാലും ഉറപ്പായിട്ടും ഇനി വരുന്ന ഇന്ത്യൻ ക്യാമ്പിൽ കോൾ വരാൻ പോകുന്ന പ്ലെയർ തന്നെയാണ്. അതിൽ ഒരു സംശയം ആർക്കും തന്നെ ഇല്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ലൈക്ക് സമയം ഗുഡ് ബൈ.